കല്യാണം, റീനിയുമായിട്ടുള്ള കല്യാണവും പെണ്ണ് കാണൽ ചടങ്ങും പരിപാടികൾ. ഫസ്റ്റ് ബെല്ല് കല്യാണം. ഫസ്റ്റ് ബെല്ലിൽ ഞാൻ അഭിനയിക്കുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്തൊരു മെൻ്റൽ ഹോസ്പിറ്റലാണ് ഫുൾ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ജയറാമിൻ്റെ ബെന്നി പി നായരമ്പലമാണ് അന്ന് അതിൻ്റെ സ്റ്റോറി. അപ്പോൾ ബെന്നിയും ഞാനും തമ്മിലൊരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ അങ്കിളിൻ്റെ നാടക ട്രൂപ്പിൽ ബെന്നിയുടെ കഥകളായിരുന്നു അങ്കിളിൻ്റെ ഏറ്റവും കൂടുതൽ നാടകം. അച്ചമ്മക്കുട്ടിയുടെ അച്ചായൻ, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അന്ന് ബെന്നിയായിട്ട് അത്രയും വലിയൊരു സൗഹൃദവും ഒക്കെ ആയിരുന്നു. ക്യാമ്പുകളിൽ ഞാൻ പോകും, നാടക ക്യാമ്പുകളിൽ. അങ്ങനെ ബെന്നിയുടെ ഫസ്റ്റ് കഥ എഴുതുന്ന സിനിമയാണ് ഈ പറയുന്ന ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞ സിനിമ. വിശ്വംഭര സാറ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ കല്യാണം ഞാനന്ന് ഈ സിനിമയ്ക്ക് മുമ്പേ ഇങ്ങനെ ആലോചനകൾ പലത് വരുന്നുണ്ട്. അപ്പോൾ റീനി അന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഈ പടത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. ഈ പടത്തിൽ ഒരു ഭ്രാന്തനായിട്ടുള്ള കഥാപാത്രം, എല്ലാവരും ജയറാം ഭ്രാന്തൻ ക്യാരക്ടറാണ്, ബോബി കൊട്ടാരക്കര, നാരായണൻകുട്ടി, ഇങ്ങനെ കുറേ പേര്. അങ്ങനെ ഞാനൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു ഭ്രാന്തനാണ്, നീ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തത്. കാര്യം ബാക്കിയുള്ളൊരു ഹ്യൂമർ ടാക്കാണ് പോണതെങ്കിൽ ഈ എൻ്റെ ക്യാരക്ടർക്ക് പെണ്ണുങ്ങളെ കാണാൻ പാടില്ലാത്തൊരു ഭ്രാന്തനാണ്. കാര്യം ഒരു സെല്ലിൽ തന്നെയാണ് ഇയാൾ, സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ അത്രയും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അങ്ങനെ അതിനകത്ത് നേഴ്സായിട്ട് അഭിനയിക്കുന്നത്, നായികയായിട്ട് അഭിനയിക്കുന്നത് ഗീതാ വിജയനാണ്. ഗീതാ വിജയൻ ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഗീതാ വിജയൻ നായിക ആവുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ സിനിമ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് കുറ്റുമുടിയാണ്, നിറക്കൂട്ടിലെ മമ്മൂക്കയുടെ ടൈപ്പ് ഓഫ് ഒരു മുടിയൊക്കെയാണ് അന്ന് എനിക്ക് ഫുൾ ഇത് ചെയ്തിട്ട്, കണ്ണിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ ഡാർക്ക് ചെയ്തിട്ട് വേറെ ടൈപ്പ് ഓഫ് ഒരു ബോൺ. അങ്ങനെ അതിൻ്റെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. അങ്ങനെ ആണ് പിന്നീടാണ് അറിയുന്നത് ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറും നായികയും തമ്മിലൊരു റേപ്പ് സീൻ ഉണ്ടെന്നുള്ളത്. ആദ്യമേ പറഞ്ഞിരുന്നില്ല, പിന്നീടാണ് വിശ്വംഭര സാറ് പറഞ്ഞൊരു റേപ്പ് സീൻ ഉണ്ടെന്ന്. അഭിനയമാണല്ലോ, അല്ലാണ്ട് ജീവിതമല്ലല്ലോ. അപ്പോൾ നമ്മൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യണം. അങ്ങനെ ഞാൻ ജയിൽ ബ്രേക്ക് ചെയ്ത് വരും. അപ്പോൾ ഗീതാ വിജയൻ വരും. ഗീതാ വിജയനായിട്ട് കണ്ട് ഒരു റേപ്പ് അറ്റംപ്റ്റ് ഒരു പരിപാടി. അങ്ങനെ അത് ഷൂട്ടെല്ലാം കഴിഞ്ഞു. ആ സമയത്ത് തന്നെയാണ് ഒരു കല്യാണാലോചന, ഇതുപോലെ വേറെ 3-4 കല്യാണാലോചന എന്തെങ്കിലും റീനിയുമായിട്ടുള്ള കല്യാണാലോചന വന്നത്. അങ്ങനെ പെണ്ണ് കാണാൻ പോയി. പുത്തൻവേലിക്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ബാക്ക് വാട്ടേഴ്സാണ്, ഞങ്ങളെപ്പോലെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരു മോളും 2 ബ്രദേഴ്സും. അന്ന് റീനി ഇതുപോലെ ബോർഡിങ് സ്റ്റുഡൻ്റാണ്, ഹോസ്റ്റലിൽ നിന്നൊക്കെ നിന്നിട്ട് പഠിത്തം ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി. കാണാനും അന്നും ഇന്നും സുന്ദരി എന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ ജീവിതത്തിലെ നായിക എന്ന് പറയുന്നത്, എത്ര നായികയുടെ ഒപ്പം അഭിനയിച്ചാലും ഞാൻ അന്നും ഇന്നും പറയുന്നത് എൻ്റെ നായിക എന്ന് പറയുന്ന റീനി തന്നെയാണ്. അപ്പം അങ്ങനെ കല്യാണം ആലോചിച്ചു, കല്യാണം ഉറപ്പിച്ചു, പെണ്ണ് കാണാൻ പോയി. അങ്ങനെ കല്യാണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടുവന്നപ്പോഴും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഈ സിനിമ റിലീസിലോട്ട് വരുന്നു, ഈ റിലീസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എന്നെ സിനിമ എന്ന് പറയുന്ന ഇതിലേക്ക് ഞാൻ കല്യാണത്തിന് ശേഷമാണ് പറയുന്നത്. അന്ന് ഞാൻ റീനിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ കുറച്ച് പടങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എന്നെല്ലാം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റീനിയുടെ അടുത്ത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ബെൽ എന്നുള്ള സിനിമയും റിലീസായതിന് ശേഷം ഈ സിനിമ എൻ്റെ തിയേറ്ററിലോട്ട് എത്താൻ ഒരുപാട് സമയമെടുത്തു. ഞാൻ പറഞ്ഞില്ല, അന്ന് A ക്ലാസ് B ക്ലാസ് A ക്ലാസ്. അന്ന് എനിക്ക് സിനിമ എന്ന് പറയുന്ന എൻ്റെ 2ാമത്തെ സിനിമയാണ് ഫസ്റ്റ് ബെല്ല്. അപ്പോൾ അത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത്, പക്ഷേ റീനിയൊപ്പമായിട്ട് പോയി കാണാൻ പറ്റത്തില്ല. കാര്യം ഒരു റേപ്പ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതികഠിനമായിട്ടുള്ള റേപ്പ് അറ്റംപ്റ്റാണ്. അങ്ങനെ ആ സിനിമ റിലീസായി, വലിയ വിജയമായ സിനിമ. അന്നും ഈ സിനിമ എന്ന് പറയുന്ന അന്ന് ഇതുപോലുള്ള ഫ്ലക്സുകളോ ഇതൊന്നുമില്ല. അന്ന് 6 ഷീറ്റ് ഉണ്ട്, ഇന്നും 6 ഷീറ്റ് ഉണ്ട്. പിന്നെ 30, 40, 2 ഷീറ്റ്, 4 ഷീറ്റ്, ഇങ്ങനെയാണ് അന്ന് പോസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണണം എന്നുള്ള ചിന്ത അത് വന്നു. പിന്നെ എൻ്റെ അടുത്ത ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്ററിൽ വരിക എന്നുള്ളതായി പിന്നെ കൂടുതൽ ചിന്ത. അങ്ങനെ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞ സിനിമ അന്ന് ഫോട്ടോ കാർഡ്സാണ്. അതായത് 8 ഫോട്ടോ കാർഡ് വരും ഒരു സിനിമയിൽ. അത് നമ്മൾ പേസ്റ്റ് ചെയ്ത് അകത്ത് പോസ്റ്റർ അല്ലാണ്ട് വയ്ക്കും. അങ്ങനെ
ഫസ്റ്റ് ബെല്ലിലെ ഞാൻ പോസ്റ്റർ ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് ഇത് അഭിനയിച്ച്, ആദ്യമായിട്ടല്ല, അതിൻ്റെ കോസ്റ്റ്യൂം ഒരു യൂണിഫോം ടൈപ്പാണ്. അന്ന് ഞാൻ കോസ്റ്റ്യൂമിനോട് അത് ചോദിച്ച് അത് വാങ്ങി അത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കോസ്റ്റ്യൂമെല്ലാം ഇട്ട് ഞാൻ ഫോട്ടോ എടുത്ത്, സണ്ണി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരൻ, ഒരുപാട് നാൾക്ക് ശേഷം മരിച്ചുപോയി, ഉഗ്രം ഫോട്ടോഗ്രാഫറായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തു. അന്ന് സ്വയം ഞാൻ മേക്കപ്പ് ചെയ്ത് അന്ന് തിയേറ്ററിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൈഡിൽ പോയിട്ട് പശ കുറുക്കുന്ന, അതായത് പശ ഉണ്ടാക്കുന്ന ഒരു കലമുണ്ട്, കരിയൊക്കെ ആയിട്ട് ഫുൾ. ആ കരിയിൽ നിന്ന് പശ കുറുക്കുന്ന, പോസ്റ്റർ ഒട്ടിക്കുന്ന, അതിൽ നിന്ന് കരിയെടുത്ത് കണ്ണിൻ്റെ സൈഡൊക്കെ തേച്ചിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ കാർഡിൽ ജഗദീഷിൻ്റെ ഫോട്ടോ മാറ്റി എൻ്റെ ഫോട്ടോ ഞാൻ അതിലൊട്ടിച്ചു. എന്നിട്ട് ഞാൻ രേഖ തിയേറ്റർ വരുന്ന എല്ലാവർക്കും അറിയാം, ഒരു സൈഡിലൊരു ഗ്ലാസ് ഉണ്ട്, ആ സൈഡിൽ തന്നെയാണ് ഈ ഫോട്ടോ കാർഡ് വയ്ക്കുന്നത്. അങ്ങനെ കുറേ നേരം ഈ ഫോട്ടോ കാർഡ് വെച്ചിട്ട് 3 മണിയാകാൻ 2:30 മണിയാവാൻ കാത്തിരുന്നു. അന്ന് 2:30 മണി, അന്ന് ഇതുപോലെ നമ്മൾ റെക്കോർഡ് ഇടുന്ന പരിപാടിയുണ്ട്. അത് ഒരുപാട് വർഷങ്ങളുണ്ട് റെക്കോർഡ്. ഞങ്ങളുടെ രേഖ തിയേറ്ററെ സംബന്ധിച്ച് റെക്കോർഡ് ഇടും. രാവിലെ വൈകിട്ട് 2-2:30 റെക്കോർഡ് പാടും. അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും ആരോ ഒരാൾ അനുഗ്രഹപ്പൂ മഴ പൊഴിയൂ, അതാണ് ഫസ്റ്റ് വരുന്ന പാട്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടൻ പൊങ്ങുന്ന ഒരു പരിപാടിയുണ്ട്, ഭയങ്കര ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക്കെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഫോട്ടോ കാർഡും വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ആൾക്കാരെ കമൻറ്റ് കേൾക്കാൻ, എന്താണ് പറയണേ എന്നുള്ളത്. അപ്പോൾ അന്ന് കുറേ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് വന്നു, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് എല്ലാം ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുവാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ബെല്ലും എൻ്റെ കല്യാണവും തമ്മിലുള്ള ഒരിതാണ്. അടുത്ത പിന്നെ ചിന്ത പോസ്റ്റേഴ്സ് ആവണം. ഓരോരോ ഘട്ടങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളാണല്ലോ. പിൽക്കാലത്തേക്ക് ജെയിംസ് ബോണ്ട് പോലുള്ള ബേബി സ്റ്റേറ്റിൻ്റെ റീമേക്ക് സിനിമ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എല്ലാം വന്നു. അതിനോടൊപ്പം തന്നെ ഫാമിലി ലൈഫും അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു. ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് റീനി സിനിമ എന്നുള്ളതിനെ മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴും ഇപ്പോഴും ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത് റീനി തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള സിനിമയിൽ. അങ്ങനെ പോയി പിന്നീട് ഇങ്ങനെ കുറേ സിനിമകൾ അങ്ങനെ അഭിനയിച്ചു. പിന്നെ അതൊരു സിനിമ ആക്ടിങ് പരിപാടികളിലോട്ട് പോയി. അങ്ങനെയാണ് ഉദയൻ എന്ന് പറയുന്ന റൈറ്ററെ ഞാൻ പരിചയപ്പെടുന്നു, ഉദയകൃഷ്ണ. ഉദയൻ അതിനു മുമ്പേ ഞാൻ പരിചയപ്പെട്ടു. ഉദയനുമൊക്കെ എൻ്റെ തുടക്കം പോലെ തന്നെയാണ്. 36-37 വർഷം മുമ്പ് തന്നെയാണ് ഉദയനും സിനിമയിൽ വന്നത്. അപ്പോൾ അന്ന് ഉദയൻ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എറണാകുളത്തുള്ള. ഉദയനുമായിട്ട് ഒരുപാട് സിനിമകളുടെ ചർച്ചകളിലും അതിലും ഇതും, ഇപ്പോൾ എങ്ങനെ സിനിമകൾ ഉണ്ടാക്കാമെന്നുള്ള ചർച്ചകൾ, ഷോർട്ട് ഫിലിമുകൾ, അങ്ങനെ ഞങ്ങൾ ഒരു കോംബോ ആയിട്ട് പോയി. അങ്ങനെ ഉദയൻ ആദ്യമായിട്ട് കഥ എഴുതുന്ന, സ്ക്രീൻ പ്ലേ ചെയ്യുന്ന ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് മെയിൻ വില്ലൻ എന്നുള്ള ക്യാരക്ടറിലോട്ട്, അതായത് സെൻട്രൽ ലീഡിനോടൊപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന, അന്ന് വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന് പറയുന്ന വില്ലൻ്റെ അനുജനായിട്ട് ചിന്നത്തമ്പി പെരിയത്തമ്പി 2 ക്യാരക്ടേഴ്സ്. അങ്ങനെ ഉദയകൃഷ്ണനും CBK തോമസും ആ ഒരു കൂട്ടുകെട്ടിൽ ഞാനും ഒരു അംഗമായി. അങ്ങനെ അവരുടെ എല്ലാ സിനിമകളിലും, ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന വരെയുള്ള എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടേഴ്സ് നെയിം ചിന്നത്തമ്പി, അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൊസാരിയോ, മൈ ഡിയർ കരടിയിലെ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇവർ തിരക്കഥ എഴുതിയ സിനിമയിലാണ്. അങ്ങനെയാണ് ഉദയപുരം സുൽത്താൻ എന്ന് പറഞ്ഞ സിനിമ മാർത്താണ്ഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ആലോചനകളും കാര്യങ്ങളിലോട്ടും എത്തിയത്. ഒരു ആക്ടറായി വന്നു. പിന്നെ അതിൻ്റെ അടുത്തൊരു ഒരു പ്രൊഡ്യൂസർ ഒരിക്കലും ആവാൻ എനിക്ക് പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു പെർമിഷൻ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. എനിക്ക് അന്നും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ആക്ടിങ്ങിലൂടെ ഒന്നുമായിട്ടില്ല എങ്കിൽ പോലും ഇനിയൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്താകും എന്നുള്ള, അതൊരു വലിയ ബഡ്ജറ്റ് മൂവീസ്, സുരേഷ് ഗോപി ഹീറോ ആവുന്നത്. അന്ന് സുരേഷ് ഗോപിയുടെ തെങ്കാശിപ്പട്ടണമൊക്കെ ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് അടുത്തതായിട്ട് സുരേഷ് ഗോപി സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ആ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഇതിലേക്ക് ഞാൻ എത്തുന്നത്.
അങ്ങനെ ആ സിനിമയുടെ കഥകൾ കേട്ടു, ചർച്ചകൾ കേട്ടു, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അത് ഞാൻ റീനിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അന്ന് മോള് അൻലിറ്റ എന്ന എനിക്ക് മോളുണ്ടായി. നവംബർ 14 മോളുടെ ഇത്. അപ്പോൾ മോളുടെ പേരിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള നിലയിൽ ആൻലിറ്റ സിനിമ എന്നുള്ള മോളുടെ പേരിലാണ് ഫസ്റ്റ് എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്. അങ്ങനെ അതിൽ നിർമ്മിച്ച സിനിമയാണ് സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമ. അതും ഭയങ്കര രസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അഭിനയിച്ച് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ജോസ് തോമസ് ആണ് ഡയറക്ടർ. അപ്പോൾ ജോസേട്ടൻ പറയും, ബൈജുവിന് ഇതിനകത്ത് ഏത് ക്യാരക്ടറാണ് ചെയ്യേണ്ടത്? കാര്യം എല്ലാം ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യാരക്ടറുകളും വില്ലൻ ക്യാരക്ടറും ഒക്കെയാണ് ചെയ്യണമെങ്കിലും എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ അന്ന് തന്നെ ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലെ ജോസേട്ട അല്ലെങ്കിൽ ഉദയ ഞാൻ അഭിനയിക്കുന്നില്ല, പ്രൊഡക്ഷൻ മാത്രം നോക്കി നിൽക്കുക. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങി. ഊട്ടിയിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. സുരേഷ് ഗോപി, മുകേഷ്, ദേവയാനി, നന്ദിനി, NF വർഗീസ്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ടായ ഒരു സിനിമയായിരുന്നു. അതെങ്ങനെ റിലീസായി, നന്നായിട്ട് ഓടി. അന്ന് സുരേഷ് ഗോപി കൂടുതലും ആക്ഷൻ ഹീറോ ക്യാരക്ടറാണ് ചെയ്തത്. അതിൽ നിന്ന് ഒരു ഡിഫറൻ്റായിട്ട് ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്നത് സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ശരിക്കും ആദ്യം അത് ദിലീപായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ക്യാരക്ടർ. അപ്പോൾ ദിലീപ് അന്ന് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ദിലീപിനെ കാണാൻ പോയപ്പോൾ ദിലീപ് പറഞ്ഞു, ഇങ്ങനെ ഒരു 5-6 മാസം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ അഭിനയിക്കുമല്ലോ ആ സിനിമയിൽ, വെയിറ്റ് ചെയ്തുകൂടെ? പക്ഷെ നമ്മളൊരു ഡിസിഷൻ അതെടുത്തു. ദിലീപ് അല്ലെങ്കിൽ അടുത്ത ആൾ. അങ്ങനെയാണ് സുരേഷ് ഗോപി എടുത്തെത്തുന്നത്. അങ്ങനെ സുരേഷ് ഗോപി ഗംഭീരമായിട്ട് അതിനകത്ത് അഭിനയിച്ചു. സുരേഷ് ഏട്ടൻ ആ പടം 100 ദിവസം ഓടിയ ഒരു വലിയ ഹിറ്റ് സിനിമയുടെ പ്രൊഡ്യൂസർ ആവാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. പിന്നെ അതിനുശേഷം കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഥകളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് പേര് വരും. അപ്പം ഞാൻ തൽക്കാലം പ്രൊഡക്ഷൻ എന്നുള്ളത് അവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ആക്ടിങ് പരിപാടിയിലോട്ട് വീണ്ടും ഞാൻ കയറി. അങ്ങനെ അതിനുശേഷം ചെയ്യുന്ന സിനിമയാണ് വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിനു മുമ്പ് മമ്മൂക്കയുടെ ഒപ്പം എഴുപുന്ന തരകൻ എന്ന് പറഞ്ഞ സിനിമ, ഇതിന് സുന്ദരപുരുഷന് മുമ്പാണ് എഴുപുന്ന തരകൻ. അന്ന് ഞാൻ അതിനകത്ത് വിശ്വംഭര സാറിൻ്റെ തന്നെ സിനിമയാണ്. അപ്പോൾ അതിനകത്ത് മമ്മൂക്കയുടെ കൂടെ തരകന്മാരുടെ ഫാമിലിയിൽ ബ്രദേഴ്സായിട്ട് 3-4 പേരുണ്ട്. ഓപ്പോസിറ്റ് നമ്രത ശിരോദ്കർ നായികയാവുന്ന, അന്നത്തെ മിസ് ഇന്ത്യ ആയിരുന്നു നമ്രത ശിരോദ്കർ, ഒരു തമ്പുരാൻ കുടുംബം. അപ്പോൾ എന്നോട് വിശ്വംഭര സാർ ചോദിച്ചത്, നിനക്ക് തരകനാവണോ നമ്പൂതിരി ആവണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയാൽ മതി. അങ്ങനെ അതിനകത്ത് മമ്മൂക്കയുടെ ഓപ്പോസിറ്റായിട്ടുള്ള 4 വില്ലന്മാർ, ഞാൻ, സ്പടികൻ ജോർജ്, സാദിക്ക്, പിന്നെ ആരോ ഒരാൾ കൂടെയുണ്ട്, നാരായണൻകുട്ടി ചേട്ടനാണ് നാരായണൻകുട്ടി ചേട്ടൻ, കോഴിക്കോട് നാരായണൻകുട്ടി ചേട്ടൻ അച്ഛനായിട്ട് അഭിനയിക്കുന്ന, പിന്നെ സിസ്റ്ററായിട്ട് നമ്രത ശിരോദ്കർ. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന എൻ്റെ പ്രിയ മമ്മൂക്കയുടെ ഒപ്പം ഞാൻ അഭിനയിക്കുന്നത്. മമ്മൂക്കയായിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. അതായത് ആ സിനിമ നിങ്ങൾ കണ്ടാൽ അറിയാം. മമ്മൂക്ക, ജഗദീഷ് ഒരു മാർക്കറ്റിൽ നിന്ന് കോഴിയെല്ലാം വാങ്ങി ഒരു പാലത്തിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോൾ ഞാനും സാദിക്കും ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് വട്ടം വെച്ചിട്ട് ഡയലോഗ്സാണ് മമ്മൂക്ക എടുത്ത ഡയലോഗ്സ്. അതായത് നായികയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്തിനാണ് ഇന്ന് മേലെ അവരോട് മിണ്ടാൻ പാടില്ല, അങ്ങനെയുള്ള പരിപാടിയിൽ തുടങ്ങി പിന്നെ അതൊരു ഫൈറ്റിലോട്ട് പോകും. അന്ന് മമ്മൂക്കനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതും അടുത്തിരിക്കുന്നതും ഒക്കെ എല്ലാം എഴുപുന്ന തരകനിലാണ്. അതിനു മുമ്പ് മമ്മൂക്കനെ ഞാൻ SN കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തിയേറ്റർ അസോസിയേഷൻ, അതായത് ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ ഫിയോക്കാണ് സംഘടനയുള്ളൂ, തിയേറ്റർ ഓണേഴ്സിൻ്റെ അസോസിയേഷൻ ഫിയോക്കാണ്. അന്ന് എക്സിബിറ്റർ ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷനുണ്ട്. തിയേറ്റർ BC ക്ലാസിൻ്റെ ഒരു സംഘടനയുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ ടൗൺ ഹാളിൽ മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് അന്ന് എക്സിബിറ്റർ അസോസിയേഷനിൽ ഞാൻ മെമ്പറായതുകൊണ്ട്, അതായത് ഡാഡി മെമ്പറായതുകൊണ്ടിട്ട് എനിക്കും ഒരു പാസ് കിട്ടി. ആദ്യമായിട്ട് മമ്മൂക്കനെ കാണാൻ പോകുന്നത് SN കോളേജിൽ നിന്ന് ഞാൻ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കര ക്രൗഡാണ്, മമ്മൂട്ടിനെ കാണാനായിട്ട് അടുത്തൊന്നും എത്താൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു മതിൽ ചാടി ഞാൻ അവിടെ വീണു, എൻ്റെ മുട്ടുകാല് പൊട്ടി. എന്നിട്ടും പുള്ളീനെ ദൂരെ നിന്നാണ് മമ്മൂക്കനെ കണ്ടത്. മുട്ടുകാലൊക്കെ പൊട്ടി. അന്ന് മുട്ടുകാല്
കാലൊക്കെ കെട്ടി വെച്ചിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അപ്പം മമ്മി ചോദിച്ചു എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കോളേജിൽ ഓട്ട മത്സരത്തിൽ ഇലച്ചെല്ല് വീണതാണ്. അങ്ങനെ മമ്മൂക്കനെ കാണാൻ പോയിട്ട് മതിൽ ചാടി വീണതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അന്നാണ് ഞാൻ മമ്മൂക്കനെ ആദ്യം ഞാൻ കാണുന്നത് ഈ പറയുന്ന ആലപ്പുഴയിൽ വെച്ച്. അതിനുശേഷം എഴുപുന്നതരകൻ എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനെ ഫസ്റ്റ് ഫൈറ്റ് സീക്വൻസാണ്. അന്ന് ത്യാഗരാജൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഫൈറ്റ് മാസ്റ്റർമാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദ ലെജൻഡ് മാസ്റ്റർ എന്നൊക്കെ പറയുന്നതാണ് ത്യാഗരാജൻ. അന്ന് സംഘടനം ത്യാഗരാജൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ തിയേറ്ററിൽ ക്ലാപ്സാണ്. എനിക്ക് തോന്നുന്നു വേറെ അതിനുശേഷം ഒരു മാസ്റ്റർമാർക്കും ഒരു ഫൈറ്റ് മാസ്റ്റർമാർക്കും അതുപോലെ തന്നെ ജെ വില്യംസ് DOP ക്യാമറമാൻ ജെ വില്യംസ് എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ അന്ന് തിയേറ്ററിൽ കയ്യടിയാണ്. ഈ 2 പേരോടൊപ്പവും എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം, അവരുടെ എന്താ പറയുക അവരുടെ കൂടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇത് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഫൈറ്റ് സീക്വൻസ് മാസ്റ്ററാണ്. സാധാരണ എല്ലാ സിനിമകളിലും നമ്മൾ ഡയറക്ടർ ഈ ഫൈറ്റ് സീക്വൻസ് എടുക്കുന്നത് ഫൈറ്റ് മാസ്റ്റർമാരാണ്. അപ്പോൾ റോൾ ക്യാമറ ആക്ഷൻ എല്ലാം പറയുന്നത് ഫൈറ്റ് മാസ്റ്ററാണ്. അങ്ങനെ ത്യാഗരാജൻ മാസ്റ്റർ റോൾ ക്യാമറ പറഞ്ഞു, ആക്ഷൻ പറഞ്ഞു. ആക്ഷൻ അതിനു മുമ്പ് കാട്ടി തന്നു. മമ്മൂക്ക ആയിരുന്നില്ല, വേറൊരു ഫൈറ്ററായിട്ടാണ് മമ്മൂക്കയുടെ പോർഷൻ വെച്ച് കാണിച്ചു തന്നത്. റിയൽ ഫൈറ്റിൻ്റെ ടൈമിൽ സീൻ്റെ മുമ്പിൽ മമ്മൂക്ക വന്നു. ഞാൻ സംസാരിച്ചു, ഡയലോഗ് പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് അടി കാലിനെ അടിക്കണം, അടിപൊളി ഇങ്ങനെ മിസ്സായിക്കളയാം. നേരെ ചെന്ന് മമ്മൂക്കയുടെ കാലിൽ എൻ്റെ കാല് വന്നിട്ട് മമ്മൂക്കയുടെ ഇവിടെ കൊട്ടു ഒരടി, റിയൽ അടി ഇങ്ങനെ മമ്മൂക്കട്ട് കൊണ്ടു. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മൂക്ക ഭയങ്കര ചൂടനാണ്, പ്രശ്നമാണ്, ഒന്ന് ഭയങ്കര ക്രൗഡാണ്, ഔട്ട്ഡോറാണ്. അപ്പം ഞാൻ ഓർത്തു എഴുപുന്നതരകനിൽ നിന്ന് ഞാൻ ഔട്ടായി. കാര്യം ഇനിയും 5 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അങ്ങനെ മമ്മൂക്ക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ആദ്യമായിട്ടാണല്ലേ അഭിനയിക്കുന്നത്. ഓക്കെ നോക്കി ചെയ്തുകൂടെ ബൈജു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ പോയി മാറിപ്പോയി നിന്നു. ത്യാഗരാജൻ മാഷിങ് വന്നു. ഞാൻ ഓർത്തു ത്യാഗരാജൻ മാഷിൻ്റെ അടുത്ത് നല്ല ചീത്ത പറയാനാണ് പറഞ്ഞത്. മാസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, അതൊക്കെ എല്ലാം ഇതിലുള്ളതാണ്. അന്ന് മാസ്റ്റർ എന്നെ എനിക്ക് തന്ന കുറേ അഡ്വൈസുകളുണ്ട്. സാധാരണ ഞാൻ പ്രതീക്ഷിച്ചത് എന്നെ നല്ല ചീത്ത വിളിക്കാനും തെറി വിളിക്കാനുമാണ് ത്യാഗരാജൻ മാസ്റ്റർ പറഞ്ഞത്. ചേർത്തെഴുതി പറഞ്ഞു. അതുകൊണ്ട് ആ ഫൈറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റി. ടൈമിങ്ങിലൂടെ പിന്നെ ഞാൻ എപ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്ന ത്യാഗരാജൻ മാഷിനെയൊക്കെ ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കും. അങ്ങനെ മമ്മൂക്കയായിട്ടുള്ള സൗഹൃദം അന്ന് തുടങ്ങി. അബാദ് പ്ലാസയിലാണ് അന്ന് മമ്മൂക്ക താമസിക്കുന്നത്. നമ്മുടെ എറണാകുളം MG റോഡിലുള്ള അബാദ് പ്ലാസയിൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ സൗഹൃദം എഴുപുന്നതരകനിൽ നിന്നുള്ള തുടങ്ങിയ സൗഹൃദം ഇന്നും മമ്മൂക്കയോടൊപ്പം അതിലും കൂടുതലായിട്ട് നിൽക്കുന്നു എൻ്റെ മമ്മൂക്ക. ഒരു ഓർമ്മയുണ്ട്, ഞാനൊരു റോഡ് സൈഡിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു, ഭയങ്കര ക്രൗഡായി. അങ്ങനെ ഞങ്ങളിവിടെ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഷൂട്ടിങ്ങിനെ നോക്കി നിൽക്കുന്നു. അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ കൈ ഇങ്ങനെ അങ്ങ് വെച്ചു. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഷോൾഡറിൽ കൈ വെച്ചിട്ട്. അതാണ് ആക്ടർ വിജയ് എന്ന് പറയുന്നത്. അതിൻ്റെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ വിജയ് പറഞ്ഞ ആക്ടർ.